ഇങ്ങനൊരു കൺസെപ്റ്റ് കിട്ടിയത് എവിടുന്ന്? ആര് പറഞ്ഞു തന്നതാണോ അതോ സ്വന്തം മനസ്സിൽ നിന്ന് തോന്നിയതാണോ? എല്ലാ കൂട്ടുകാർക്കും എസ്&ടി ട്രാവൽസിലേക്ക് സ്വാഗതം. ഇന്ന് എന്തിനാ ഷീന നമ്മൾ എവിടെയാ വന്നേക്കുന്നത്, എന്താണെന്നൊന്ന് പറയുമോ? ആ ഓക്കെ, ഇതൊരു ആർട്ട് വർക്ക്ഷോപ്പാണ്. സത്യത്തിൽ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് കലാകാരന്മാരാണ്. ഞാൻ കലാകാരനല്ല, പക്ഷെ നമ്മുടെ ചരിത്രവുമായും കലയുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് ഇവിടെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രത്തിന്റെ ഗതിയെ മാറ്റിമറിച്ച് വന്നാണ് ചക്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ. ഇവിടെ നടക്കുന്ന വർക്ക്ഷോപ്പിന്റെ പ്രത്യേകത ചക്രം ഇല്ലാതെ പോലും കളിമൺ പാത്രം ഉണ്ടാക്കുന്ന രീതിയിലടക്കം കൈകൾ കൊണ്ട് മാത്രം കൊണ്ട് ചെയ്യുന്ന അതീവ പ്രാചീനമായ ഒരു രീതി അവലംബിച്ചു വരുന്ന ഒരാളെ കൂടി വർക്ക്ഷോപ്പാണ്. അതേസമയം ഇലക്ട്രോണിക് ചക്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യന്ത്രസഹായത്തോടെ കളിമൺ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. അതായത് ഈ ചരിത്രവും കലയും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു യാത്രകളാണ് ഇവിടെ ഒരുക്കിയത്. അതേസമയം ഒരു കലയ്ക്ക് വേണ്ടിയാണോ കലയ്ക്ക് ജീവിതത്തിന് വേണ്ടിയാണോ എന്നുള്ള പഴയ സംഭവത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം കൂടിയായിട്ട് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇവിടെ വലിയ പ്രശസ്തരായ കലാകാരന്മാർ കൂമ്പാരം തൊഴിലായി സ്വീകരിക്കുന്നത് കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളികൾ എന്ന് പലതും പഠിക്കുന്നു. ഈ തൊഴിലാളികൾ കലാകാരന്മാരെ തിരിച്ചു പഠിക്കുന്നു. അങ്ങനെ കലയുടെയും കലാവ്യാപാരത്തിന്റെയും ജീവിതത്തിന്റെയും ഒരു കൊടുക്കൽ വാങ്ങൽ കൂടി ഈ ചമതയിൽ നടക്കുകയാണ്. ആ അർത്ഥത്തിൽ ഇതൊരു ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വലിയ സംഭവമായി തന്നെ തോന്നും. ഇതാണ് ചമത എന്ന പേരിൽ നടക്കുന്ന ഒരു കളിമൺ ശില്പശാലയാണ്. ഇവിടെ 3-4 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനന്തവാടിയിലല്ലേ. ഇതെല്ലാം കൈകൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന സംഭവങ്ങളാണ്, മെഷീനുകളൊന്നും ഇല്ലാണ്ട്. ഇതിപ്പോ സ്കൾപ്ചറിന്റെ ഒരു 4 ദിവസം ഉൾക്കൊള്ളുന്ന ഒരു ക്യാമ്പാണ്. ആർട്ട് ക്യാമ്പ് ലളിതകല അക്കാദമിയാണ് സംഘടിപ്പിക്കുന്നത്. ലളിതകല അക്കാദമി ഇതിപ്പോ ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗത ശില്പികൾ, അതായത് വോട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ഉൾപ്പെടുത്തി, അതുപോലെ ഈ ആധുനിക കാലഘട്ടത്തിലെ ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത്. ജോസഫ് സാറാണ് ഇതിൻ്റെ മെയിൻ ഇത് ഇവിടെ കൊണ്ടുവരാനും എല്ലാത്തിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. ജോസഫ് മൊറീസിനടുത്ത് ഒരു പ്രധാന ചിത്രകാരനും ശില്പിയാണ്. ഞങ്ങളൊക്കെ ഇതിനകത്ത് പങ്കെടുപ്പിച്ച് അക്കാദമി ഒരു നല്ലൊരു നിലയിലേക്ക്, ഒരു പുതിയ തലത്തിലേക്ക്, പുതിയ ശില്പങ്ങളെയൊക്കെ നമുക്ക് മറ്റുള്ള എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ക്യാമ്പാണ്. എത്ര ദിവസം ഉണ്ടാവും? ഇപ്പോൾ 4 ദിവസം. ഫൈനൽ ഡേറ്റ് ആണ്, ഇപ്പോൾ കഴിയാണ്. ഇതിപ്പോൾ അത് പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന പോട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചക്രാണത്. അപ്പോൾ അതിപ്പോൾ നമുക്കത് ഉപയോഗിച്ച് ശില്പങ്ങൾ ഉണ്ടാക്കാം. അതിനകത്തിൻ്റെ ആ പോട്ടിൻ്റെ ആ ഒരു ഇതിൻ്റെ അകം പൊള്ളയായിരിക്കണം എപ്പോഴും. എന്നാൽ മാത്രമാണ് ചുട്ടെടുക്കുമ്പോൾ അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നിർമ്മിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കാം. പിന്നെ അവരെ ഇത് ഇനിയിപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു കില്ലൻ ഉണ്ടാക്കണം. എന്നിട്ട് അതിനകത്ത് വെച്ച് ഫയർ ചെയ്ത് ഒരു 3-4 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും. അതൊന്ന് ഉണങ്ങിയതിന് ശേഷം, ഈ ശില്പങ്ങളൊക്കെ ഒന്ന് ഉണങ്ങണം, അതിന് ശേഷമാണ് അത് ചുട്ടെടുക്കുന്നത്. ലേൺ ചെയ്യുന്നവരുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, പിന്നെ പരമ്പരാഗതമായി ഈ ശില്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഈ പോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ കലൊന്നും നിർമ്മിച്ചപ്പോൾ വിൽപ്പനയൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അവരെ ഉപയോഗിച്ചിട്ട് അവർക്കൊന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ പുതിയ തലത്തിലുള്ള ശില്പങ്ങളും പുതിയ തലത്തിലുള്ള പോട്ടുകളും ഒക്കെ ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കുക. സാറിന്റെ പേര്? ജോസഫ് വർഗീസ്. ഓക്കെ സാർ, ഇവിടെ ഇങ്ങനെ ഒരു ശില്പശാല സംഘടിപ്പിക്കാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്? ഇവിടെ വലിയൊരു ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് വയനാട്ടിൽ. ഓക്കെ. പക്ഷെ വയനാട് ചുരം കയറിയിട്ട് അവസരങ്ങൾ വരാൻ വലിയ പ്രയാസം. ഓക്കെ. സത്യം. ഈ ഗാലറി സ്റ്റാർട്ട് ചെയ്തിട്ട് 10 കൊല്ലായി. ഈ കെട്ടിടം തന്നെ അല്ല, ഈ കെട്ടിടം ശരിക്കും ഒരു
സൊസൈറ്റിയുടെ കെട്ടിടമാണ്. ഓക്കെ. വയനാട്ടിലൊരു ഗാലറി വരുന്നതെന്ന് പറഞ്ഞപ്പം ലൈബ്രറി, അവിടെ ലൈബ്രറിയായിരുന്നു. ആ ലൈബ്രറി എടുത്ത് ഓവർനൈറ്റ് അതെടുത്ത് അടുത്ത പിന്നെ റൂമിലേക്ക് മാറ്റിയിട്ട് കെട്ടിടത്തിൽ ആ ചാൻസ് നമ്മൾ ഉപയോഗിച്ചു. വേറെ ആരും സമ്മതിച്ചില്ല. പല വഴി നോക്കി സ്പേസ് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ 10 കൊല്ലത്തിനിടയിൽ ഇവിടെ വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു സ്പേസ് ഡെവലപ്പ് ചെയ്തു. ആർട്ടിസ്റ്റിന് വളരണമെങ്കിൽ പിന്നെ ആർട്ടിസ്റ്റിൻ്റെ പറ്റുന്ന ഒരു ആവാസ വ്യവസ്ഥ ഉറപ്പായിട്ടും പണം ഉണ്ടായിട്ടോ ഒരു കാര്യമില്ല. കലയ്ക്കൊരിക്കലും പണം ആയിട്ട് യാതൊരു ഇതുമില്ല. നമുക്കതിനെ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രിമൈസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ആ പ്രിമൈസ് ഉണ്ടാക്കിയതിന് ശേഷം ഒരുപാട് പിന്നെ എക്സിബിഷൻസ് ഇവിടെ വന്നു. ദൂരത്തു നിന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു. അതിൽ പലർക്കും നാഷണൽ അവാർഡ് വരെ കിട്ടിയ ആർട്ടിസ്റ്റുകളുണ്ട്. ഷോകൾ. അപ്പോൾ അങ്ങനെ ഒരു അനന്തവാടിയിൽ പോയൊരു ഷോ ചെയ്താൽ ഗുണം ഉണ്ടാവുന്ന രീതിയിൽ ഈ ആളുകൾ പറയുന്നത് കേട്ടു. ഞാൻ അങ്ങനെ ഒരു വിശ്വാസിയല്ല. പക്ഷെ അങ്ങനെ ഈ ഗാലറിയിലേക്ക് ആളുകൾ തീർച്ചയായിട്ടും അതിന് ഈ ഗാലറിയിൽ ഇതിവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ സാറ് മനസ്സിൽ കണ്ടത് ശരിക്കും ആ കലയോടുള്ള ഒരു അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടോ ലക്ഷ്യമിച്ചിട്ടോ അല്ല. ദീപ മുളയിൽ കാർവ് ചെയ്യുന്ന ആൾക്കാരാണ്. മുളയിൽ കാർവ് ചെയ്യും. ചിലർ കാപ്പിത്തടിയിൽ ചൂടിൽ കാർവ് ചെയ്യും. അങ്ങനെയുള്ള ഫൗണ്ട് ഓബ്ജക്ട്സ് കാർവ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രൊഫഷണലായിട്ട് ശില്പം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ക്ലേയിലും സിമെൻറ്റിലൊക്കെ ശില്പം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇൻറ്റീരിയർ ഡെക്കറേഷന്, ഗാർഡനിങ്ങിന് ഒക്കെ ശില്പം ചെയ്യുന്ന ആൾക്കാർ. അപ്പം അതൊരു അപ്ലൈഡ് ആർട്ടാണ്. കലയുടെ ശില്പകലയുടെ ഒരു പ്രയുക്ത കലയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് പിന്നെ അവർക്ക് ഒരു ശില്പകലനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ മേഖലകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതാണ് ഇവർ താല്പര്യപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഒരു ക്യാമ്പ് നടത്താം. നിങ്ങൾ ഉണ്ടാവണം. ഞാൻ സാറിന്റെ മറ്റ് ആക്ടിവിറ്റീസുകൾ ഇത് തന്നെയാണോ മേഖല? കാരണം എൻ്റെ മേഖല പെയിന്റിങ്, കരിങ്കല്ലിൽ ശില്പം ഉണ്ടാക്കും. സാറിന്റെ സ്ഥലം ശരിക്കും കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് ഞാൻ മണാശ്ശേരി സ്വദേശി. പക്ഷേ വയനാട്ടുകാരെന്ന് പറഞ്ഞിട്ട് 90 തൊട്ട് ഇവിടെയാണ്. വയനാട്ടുകാരനാണോ? 30 കൊല്ലം ഒരാൾ ഇപ്പൊ വർക്ക് ചെയ്യുന്നതും താമസിക്കുന്നതും ഒക്കെ കാലിക്കറ്റാണോ? വയനാട്ടിലാണ്. അപ്പോൾ പിന്നെ ഇവിടെയാണ് 90 തൊട്ട് ഇവിടെയാണ്. വയനാട്ടിൽ കുട്ടിക്കാലം തൊട്ട് വയനാട്ടിൽ എത്രയോ തവണ. ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? കരിങ്കല്ലിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പെയിന്റിങ്. കരിങ്കല്ലിൽ വർക്ക് ചെയ്യണമെങ്കിൽ പൊടി വലിയ പ്രശ്നമാണ്. കല്ല് വഴി നമ്മൾ സ്ഥലത്ത് പോയിട്ട് അവിടെ പൊടി പ്രശ്നമില്ല. കാര്യം അവിടെ എല്ലാവരും കല്ല് മൂപ്പന്മാരുടെ കമ്മ്യൂണിറ്റിയാണ്. പൊടി അതിനുള്ള സ്പേസ് ഉണ്ട്, ഒഴിഞ്ഞ സ്ഥലം. ചിത്രരചന എങ്ങനെ ഇതായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ടോ? ചെറിയ ചെറിയ വർക്കുകൾ വീട്ടിൽ നിന്ന് വലിയ വർക്കിന് വേണ്ടിയിട്ട് ഉള്ള സ്പേസ് വെച്ചിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ എക്സിബിഷനായിട്ടൊക്കെ നടത്താൻ പ്ലാൻ ഉണ്ടോ? ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പിന്നെ 2-3 സ്റ്റേറ്റ് അവാർഡൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് സാറിന്റെ കഴിവ്. പക്ഷെ അതല്ല, ഞാൻ അങ്ങനെ ഒരു ആർട്ടിസ്റ്റല്ല. പക്ഷേ ഐ എം എൻ എക്സ്പെരിമെന്റലിസ്റ്റ്. അപ്പോൾ ഒരു മീഡിയത്തിൽ തൃപ്തിയില്ലാതെ ഇങ്ങനെ പുതിയത് വേണമെന്നുള്ളൊരു ആഗ്രഹം അല്ലേ? കോഴിക്കോട് ട്രൈ ചെയ്ത് നോക്കാമല്ലേ വേണമെങ്കിൽ. 18 അടി ഉയരേണ്ട ശില്പം കണ്ടിട്ട് അങ്ങനെ തന്നെയാണോ? ഐഡിയൽ ചെയ്തെടുക്കുന്നത് ആദ്യത്തെ ലയൺസ് ക്ലബിന്റെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു സിംഹസ്തംഭം. ഒരു 13 അടിയോ 2 സ്റ്റോൺ, സിംഹത്തിന്റെ തലയും ഒരു പില്ലർ. ഇവിടെ ഇത് ഇന്നും കൊണ്ട് വീണ്ടും
എങ്ങോട്ടേക്കാണ് ഫോളോ അപ്പ് ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ആർട്ടിസ്റ്റ് ഇതിങ്ങനെ എന്താ പറയാ, ഇത് പഠിപ്പിക്കുന്ന ഒരു മേഖലയുണ്ടോ അതോ? പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ആവശ്യവും നമ്മളെ ഒബ്സർവേഷൻ നമ്മുടെ സാഹസികത പഠിക്കേണ്ട ഒരാൾക്ക് അല്ല, ഇപ്പൊ എനിക്കിത് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് വന്നാൽ എനിക്ക് അതിനുള്ള ഒരു വേദി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെക്നിക്സ് പഠിപ്പിച്ചു തരാൻ എനിക്ക് പറ്റും. 2 ദിവസം കൊണ്ട് പഠിപ്പിച്ചു തരാൻ പറ്റും. ടെക്നിക്സ് സ്കില്ലല്ല, കഥ ഓട്ടോമാറ്റിക് നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ആഗ്രഹിക്കുള്ളൂ. ഫോളോ ആയിട്ട് ബിൽഡ് ചെയ്യാം. പക്ഷെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിച്ചോണോ? ഇമേജ് ചിന്തിക്കില്ല, അത് മനസ്സിൽ അത് വേണം. അല്ലെങ്കിൽ അങ്ങനെയാണ് വർക്ക് ചെയ്യാൻ എല്ലാം ആർട്ടിൽ അങ്ങനെയല്ല, ഒന്നും പഠിപ്പിക്കാൻ കൊണ്ട് പറ്റില്ല. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങളിപ്പോ പിന്നെ മലയാള സാഹിത്യത്തിൽ 3 PhD എടുത്ത് വെച്ചു. PhD പോസ്റ്റ് ഡോക്ടർ ഒരു കവിത എഴുതാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, അതെന്നോട് തന്നെ ചോദിച്ചാൽ മതി. അപ്പം സാറിന് താങ്ക്സ്. പേര് നവനീത്. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 10ല് പഠിക്കുന്നേ. ഓക്കെ. മോന് വീട് എവിടെയാ? ക്യാൻസറിലാണോ വീട്? ഇവിടെ ഇതുണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നതാണോ? ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാ? ഭയങ്കര പാഷനാ? അടിപൊളി. അപ്പൊ ഭാവിയിൽ എന്താവാനാ ഇഷ്ടം? ആർട്ടിസ്റ്റോ? ഗുഡ് ലക്ക്. സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു അങ്ങനെയൊന്നുമില്ല, ഒരു രൂപം ഉണ്ടാക്കി അത്രേ ഉള്ളൂ. എത്ര ദിവസം എടുത്തതുണ്ടാക്കാൻ? 2 ദിവസം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം മോനിത് പഠിച്ചിട്ടുണ്ടോ? നേരത്തെ പഠിച്ചിട്ടുണ്ടോ? എവിടെയാ പഠിക്കുന്നേ? സാംസ്കാരിക വകുപ്പിലെ വജ്രജൂബിലി എന്ന് പറഞ്ഞ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. എവിടെയായിട്ട്? അരിമുളയിലാണ്. 3 വർഷം ഉണ്ടായിരുന്നു. അതിനകത്ത് വൈശാഖ് എന്ന് പറഞ്ഞ സാറായിരുന്നു പഠിപ്പിച്ചത്. ഓക്കെ. ഇപ്പം ഇവിടെ വന്നിട്ടുള്ള ജിതിൻ എന്ന് പറഞ്ഞ സാറാണ് ഇപ്പം ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. മോനിപ്പോൾ എത്ര വർഷമായി അന്നേരം പഠിക്കാൻ തുടങ്ങിയിട്ട്? 5 തുടങ്ങി. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ തുടങ്ങി. ചെറുപ്പം മുതലേ എന്നോട് ഭയങ്കര ഇഷ്ടമാണല്ലേ? ഒരു ദിവസം എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കൺസെപ്റ്റ് കിട്ടിയത് എവിടുന്ന്? ആര് പറഞ്ഞു തന്നതാണോ അതോ സ്വന്തം മനസ്സിൽ നിന്ന് തോന്നിയതാണോ? മനസ്സിൽ തോന്നിയൊരു രൂപം തന്നെ. ഞാൻ TV കണ്ടായിരുന്നു. ഇങ്ങനെയൊരു അപ്പോൾ അത് ചെയ്യാൻ തോന്നി. അത് ചെയ്യാൻ മുൻപ് എന്തെങ്കിലും പ്രാക്ടീസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചതിന്റെ ഒരു ഇത് വെച്ചിട്ട് തന്നെ ചെയ്ത് ഇപ്പൊ ഒരു കാര്യം ചെയ്യണം, ഒരു രൂപം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വേറെ സ്റ്റഡിയൊക്കെ നടത്തേണ്ട ആവശ്യം കേട്ടോ വേണ്ട. നല്ല കഴിവ്, അതാണ് സ്കില്ലെന്ന് പറയുന്നത്. എന്തായാലും മോൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, അനിയത്തി. അനിയത്തിയും അത്യാവശ്യം രണ്ടുപേരും ഇത് തന്നെയല്ലേ? സൂപ്പറായിട്ടുണ്ട് കേട്ടോ.